അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ അത് തൃശ്ശൂർ ജൂബിലി ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇവിടെ ഉമ്മാനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോഴത്തേന് ഏകദേശം നല്ല ടൈം ഓടിക്കും, വൈകുന്നേരം ആവുന്ന പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അവിടെ അതുവരെ ഫുള്ള് പട്ടി പോസ്റ്റ് ആക്കാറ്. അപ്പോൾ അതുവരെ ടൈം പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങാൻ വേണ്ടി വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ വണ്ടി ഇട്ട് പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ അടുത്ത് മാപ്പിൽ നോക്കിയപ്പോൾ ഒരു പീച്ചി ഡാം എന്നുള്ളൊരു സ്പോട്ട് കണ്ടു ഞങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒപ്പം പോകുന്നത് അനിയനാണ്. അപ്പോൾ ഈ ഒരു ജൂബിലിന്ന് ഇനി ഈ ഒരു പീച്ചി ഡാമൊക്കെ ഏകദേശം 20 കിലോമീറ്ററോളം ലോങ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് മഴ കാര്യങ്ങളൊക്കെ അതിൻ്റെ എല്ലാത്തും നല്ല അടിപൊളി വ്യൂ ആക്കാരം. അപ്പോൾ ഈ ഒരു പ്ലേസ് നോക്കുകയാണ് കറക്റ്റ് ഒരു ഫോറസ്റ്റ് മൂടിട്ട് അവർ പോണ വഴിയിൽ കണ്ടുള്ള ഒരു കാഴ്ചയാണ്. അപ്പോൾ ഒന്നും നോക്കില്ല, വണ്ടി ഒരു സൈഡിലിട്ടിട്ട് വണ്ടി കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുത്തു. അങ്ങനെ ഞങ്ങൾ ഒരു പീച്ചി ഡാമിന്റെ ഒരു ഫസ്റ്റ് ബോർഡ് കണ്ടിട്ടോ. ഇവിടുന്ന് ഏകദേശം ഒരു 200-300 മീറ്ററോളം അങ്ങോട്ട് എത്താനുള്ളത്. അപ്പൊ അങ്ങനെ പീച്ചി ഡാമിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. കാർ ഞങ്ങളുടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. കാർ പാർക്കിങ്ങിന് 20 റുപ്യാണ് ഫീ വരുന്നത്. ഇപ്പൊ ഏകദേശം ആൾക്കാരൊക്കെ കമ്മിയാണ്. കൂടുതൽ ഈ ഒരു ഭാഗത്തേക്ക് തോന്നുന്നത് അവിടെ കപ്പിൾസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് തോന്നുന്നു. അപ്പൊ ഈ പീച്ചി ഡാമിൽ തന്നെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തൃശ്ശൂരിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് 30 റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ ബസ്സിൽ നമുക്ക് ഒരു പീച്ചി ഡാമിക്ക് എത്താൻ പറ്റും. അങ്ങനെ 2 പേർക്ക് 40 റുപ്യക്ക് ടിക്കറ്റ് എടുത്തിട്ട് നേരെ ഈ ഒരു പീച്ചി ഡാമിന്റെ എൻട്രിക്ക് കയറിട്ടോ. അപ്പൊ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നേരെ ഒരു ഡാമിന്റെ ടോപ്പിൽക്കാണ് എത്തുക. സാധാരണ നമ്മൾ മലമ്പുഴക്കൊക്കെ പോകുമ്പോൾ നമുക്ക് അടിയിൽ നിന്ന് പിന്നെ ഡാമിന്റെ മേലേക്ക് നമ്മൾ നടന്ന് കയറേണ്ടി വരും. അപ്പൊ ഈ ഒരു കാണുന്ന ഈ ഒരു ബിൽഡിംഗിന്റെ ടോപ്പിൽ ഒരു ചെങ്ങായി ഇരുന്നിട്ട് വീഡിയോ എടുക്കണോ. അവിടെ നിന്ന് നമ്മൾ അടിയിക്കണം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡാമിന്റെ ഫുൾ 360 വ്യൂ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതിന്റെ ആ ഒരു ടോപ്പിൽ നിന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാഴ്ച എടുത്ത് ഫുൾ ആ ഒരു ഡാമിനെ നമുക്ക് മൊത്തത്തിൽ 360 വ്യൂ ആയിട്ട് കാണാൻ പറ്റും. നല്ല അടിപൊളി വ്യൂ ആണ് അവിടെ. അപ്പോൾ ഈ ഒരു ഡാമിന്റെ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ട് അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറയണേ. കാലം ഏതോ കഥ പോലെ ശാന്തമീ തീരം. അപ്പൊ അങ്ങനെ ഞങ്ങൾ ആ ഡാമിന്റെ ആണ് പുറത്തിറങ്ങിയിട്ട് ഇപ്പൊ മഴക്കല്ലേ, ഇപ്പൊ ഒരു പഴംപൊരിയും ചായയും കുടിച്ചിട്ട് നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോയി. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഫോളോ ചെയ്തിട്ടേക്കണേ. ഓക്കെ ബൈ.